നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഓർത്ത് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. അപ്പോൾ അവനറിയാമായിരുന്നു അതിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുകയാണ്, അനുസരണയുടെ ഒരു റിവാർഡുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫിലിപ്പിയർക്കുള്ള ലേഖനം, that he gave him a name which is above every name. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ ഒരു നാമം കൊടുത്തു. ആ നാമത്തിന് മുമ്പിൽ എല്ലാ മുടങ്കാലും മടങ്ങും, എല്ലാ നാമവും അവൻ കർത്താവാണെന്ന് ഏറ്റു പറയും എന്നുള്ളൊരു നാമം അവന് കൊടുത്തു. Because he obeyed. Obedience to the will of the Father. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു പിതാവിൻ്റെ ഏകജാതൻ. യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചപ്പോൾ he adopted us into his family. അപ്പോൾ മൂത്ത സഹോദരൻ എന്നാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്, the first among many brethren. അങ്ങനെ ആ സഹോദരന് പിതാവായ ദൈവം അനുസരിച്ചതുകൊണ്ട് ഒരു പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം പിതാവിൻ്റെ ഹിതമനുസരിക്കുന്ന എല്ലാവർക്കും ദൈവം പ്രതിഫലം തരും. യേശുവിനോട് കൂടെ മഹത്വപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രതിഫലം, ദൈവത്തോടുള്ള ആ മഹത്വം നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബലഹീനതകളും ഈ ലോകത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി. കാരണം പൗലോസ് അപ്പോസ്തലൻ പിന്നെ റോമാക്കാരുടെ 8-ാമത്തെ അധ്യായം ഈ 35 മുതൽ പിന്നെ വായിക്കുകയാണെങ്കിൽ 37 വരുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞു ഒന്നിനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ ഒരു വിജയം നേരത്തെ തന്നെ കണ്ടിരുന്നു. കാരണം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിന്നെ ലജ്ജിപ്പിക്കുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നിൻ്റെ എതിരെ വരാൻ പറ്റുകയില്ല എന്നൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ആ പ്രയാസങ്ങളുടെ മധ്യേ തന്നെ അവൻ പറയുകയാണ്, for yet in all these things we are more than conquerors through him who loved us. കാരണം അവിടെ പ്രയാസങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്, യെറ്റ് എന്നാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ പോലും ആ പ്രതികൂലങ്ങൾ ആ അവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിലും എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും yet we are more than conquerors എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് yet in all these things we are more than conquerors through him who loved us. അപ്പോൾ നമ്മൾ പ്രയാസത്തിലൂടെ പോകുമ്പോൾ ബലഹീനരല്ല, കാരണം എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു ഉള്ളതിനാൽ എനിക്ക് വിജയം ദൈവം വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ എനിക്ക് പൂർണ്ണ വിജയം ഉണ്ട് എന്നാണ് വചനം പറയുന്നത്. 37 ഒന്ന് വായിച്ചേ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അപ്പോൾ മോർ ദൻ കോൺക്വറേഴ്സ് നമ്മളുടെ ആ വിജയം ഒരു എന്നാ പറയുന്ന ഒരു സംശയമുള്ള കാര്യമല്ല, ഇറ്റ് ഇസ് ഷുവർ, അത് തീർച്ചയാണ്. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. പിന്നെ പറയുന്നുണ്ട്, ഫോർ ഐ എം പെർസ്വേഡഡ് ദാറ്റ് neither death nor life nor angels nor principalities nor powers nor things present nor angels or things to come nor height nor depth nor any other created thing shall be able to separate us from the love of God which is in Christ Jesus. അപ്പോൾ അവിടെ പറയുന്നത്, അവിടെ മാലാഖമാരെ കുറിച്ച് പറയുന്നുണ്ട്, ഡെത്ത് ഉണ്ട്, ജീവൻ പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ലോകത്തിലെ എല്ലാം നല്ലതും ചീത്തയും എല്ലാം എടുക്കുകയാണെങ്കിൽ പോലും അതൊന്നും എന്നെ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. പലപ്പോഴും എന്താണ്, നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, യേശുവിൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു വ്യക്തിക്ക് ഒന്നെങ്കിൽ നല്ല ആരോഗ്യം കിട്ടിയിട്ട് ദൈവം അവനെ പിന്നെ അനുഗ്രഹിച്ചു, നല്ല ഒരു സാമ്പത്തിക നിലയിലേക്ക് ഉയർത്തി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്, അത് ആ ആരോഗ്യവും അവന് കിട്ടിയ സാമ്പത്തിക ഒരു ഉയർന്ന ഒരു അവസ്ഥയും അവനെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി കൊണ്ടുപോവുകയാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അതാണ് പറഞ്ഞത് ഇവിടെ, ഫോർ ഐ എം പെർസ്വേഡഡ് ദാറ്റ് neither death nor life. മരണത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ജീവൻ? മരണം മോശമല്ലേ, ജീവൻ നല്ലതല്ലേ? അപ്പം പറയാണ്, ചീത്ത കാര്യമായാലും നല്ല കാര്യമായാലും. പിന്നെ പറയുന്നത് എന്താണ്, nor angels nor principalities nor powers nor things present nor things to come nor height depth or any other created thing. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം പറഞ്ഞത്, thou shalt love the Lord thy God with all thy heart. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളെ മാറ്റിവെച്ച് അല്ലെങ്കിൽ അത് കണക്കെടുത്തിട്ട് ആ ദൈവത്തിന് കൊടുക്കേണ്ട ആ സ്നേഹം നമ്മൾ കൊടുക്കുന്നില്ല. ചിലപ്പോൾ നല്ലൊരു വ്യക്തിയായിരിക്കും, ചിലപ്പോൾ ഒരു പുണ്യാളനായിരിക്കും. ആ പുണ്യാളൻ ഉള്ളതുകൊണ്ട് ആ ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ പുണ്യാളന്മാരെ സ്നേഹിക്കുകയും അവരെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഐ എം ടെല്ലിങ് യു റീഡ് ദാറ്റ്. അവിടെ പറയുന്നത് എന്താണ്, nothing shall separate me from the love of Christ. Amen. Hallelujah. നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോഴാണ് വിജയം.
yet in all these things we are more than conquerors. അപ്പോൾ നമുക്ക് ഒരു തീരുമാനം എടുത്തിട്ട് പറ്റാതെ പൗലോസ് അപ്പോസ്തലനെ പോലെ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി ഞാൻ ഇതെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ കണക്കാക്കി, അല്ലെങ്കിൽ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കിയതെല്ലാം നല്ല കാര്യങ്ങളല്ലേ. അവൻ കള്ളനല്ലായിരുന്നു, കൊലപാതകയല്ലായിരുന്നു. കൊലപാതക യെസ്, ഇൻ എ സർട്ടൻ വേ യെസ്. പക്ഷേ എല്ലാം നല്ല കാര്യങ്ങളും എല്ലാം. കൊലപാതകം ചീത്തയായിരുന്നു, പക്ഷെ അവൻ നല്ല പഠിപ്പുള്ളവനായിരുന്നു, ഉന്നതനായിരുന്നു, സമൂഹത്തിൽ നല്ല ശ്രേഷ്ഠനായിരുന്നു. അതെല്ലാം അവൻ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി. ഫോർ ദി എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് മൈ ലോർഡ് എന്നാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തിൽ ഒന്നും നമ്മളെ യേശുവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. ഇന്ന് പലപ്പോഴും പല വ്യക്തികൾക്കും യേശു ദൈവമാണ്, ദൈവപുത്രനാണ്, യേശു ഏകരക്ഷകനൊക്കെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ആ പൂർണ്ണ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ചിലപ്പം സഭയായിരിക്കാം, ചിലപ്പം സഭയിലെ വ്യക്തികളായിരിക്കാം, ചിലപ്പം മതമായിരിക്കാം, മതത്തിൻ്റെ ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആചാരം, അനുഷ്ഠാനം, പാരമ്പര്യമായിരിക്കാം. ഇത് ആ യേശുവിനെ ആ പൂർണ്ണ സ്നേഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പിന്നെയും പറയാണ്, I am persuaded that neither death nor life nor angels nor principalities nor powers nor things present nor things to come nor height nor depth nor other created thing. പൗലോസ് അപ്പോസ്തലൻ വേറെ വൊക്കാബുലറി തീർന്നു. അതാണ് പറഞ്ഞത്, nor any other created thing can, hallelujah, shall be able to separate us from the love of God which is in Christ Jesus our Lord. അതുകൊണ്ടാണ് മനസ്സിലാക്കണം, എന്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ബലഹീനതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, യെറ്റ് ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് എന്ന് പറഞ്ഞേ. ഐ ആം മോർ ദാൻ എ കോൺക്വറർ എന്ന് പറയാം, ബിക്കോസ് ഐ ലവ് മൈ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട, ഐ തിങ്ക് ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആ യേശു ക്രിസ്തു നമുക്ക് ആ കുരിശിൽ എന്താണ് ചെയ്തത് എന്നുള്ളതിനെ ശരിക്കൊന്ന് ഗ്രഹിക്കാൻ പറ്റിയാൽ, യു കനോട്ട് ബട്ട് ലവ് ജീസസ്. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും യേശു ക്രിസ്തുവിന് ഒരു രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ ഒരു തുല്യസ്ഥാനം വേറെ വ്യക്തികളുമായിട്ട് കൊടുക്കുന്നത്. പിന്നെ റോമർക്കുള്ള ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വചനം പിന്നെയും പറയുന്നുണ്ട്, and not only that, but we also glory in tribulations, knowing that tribulation leads to perseverance character, and character hope. Now hope does not disappoint us, because the love of God that has been poured out into our hearts by the Holy Spirit of the living God. അപ്പോൾ മനസ്സിലാക്കണം, പൗലോസ് അപ്പോസ്തലൻ ഇതെല്ലാം അവസ്ഥയിലൂടെ പോയ വ്യക്തിയാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് പോലും അതൊന്നും എന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുകയില്ല. കാരണം എന്താണ്, നമുക്ക് ആ യേശുവിൽ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ 1 തിമോത്തി 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നുണ്ട് ആ പ്രത്യാശയെക്കുറിച്ച്. ആരിലാണ്? ജീസസ് ഈസ് അവർ ഹോപ്പ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ, 1 തിമോത്തി 1-ാമത്തെ വചനം. Paul, an apostle of Jesus Christ, by the commandment of God our Savior and the Lord Jesus Christ our hope. Jesus Christ our hope എന്ന് പറഞ്ഞേ. ജീസസ് ക്രൈസ്റ്റ് എൻ്റെ പ്രത്യാശ, യേശു ക്രിസ്തു എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഇസ് അവർ ഹോപ്പ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദ ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് us. The hope does not disappoint us, because the love of God that has been poured out into our hearts. John 3:16 says, God so loved the world that he gave his only begotten son. So the യേശു ക്രിസ്തുവാണ് ആ ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ the manifestation. പിതാവിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണ് യേശു ക്രിസ്തു. That has been poured out into our hearts because he is our hope. യേശു ക്രിസ്തുവാണ് നമ്മളുടെ പ്രത്യാശ. അതുകൊണ്ടാണ് റോമർക്കുള്ള ലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്, he who believes on him will not be put to shame. ഇതാണ് ദൈവത്തിൻ്റെ വചനം. ഒന്ന് വായിക്കാം, റോമൻസ് 10:11. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പിന്നെയും കൊളോഷ്യൻസ് 1-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം പറയുന്നുണ്ട്, ക്രൈസ്റ്റ് ഇൻ യു ഇസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. കൊളോഷ്യൻസ് 1:27. യുഗങ്ങളുടെയും തലമുറകളുടെ ആരംഭം മുതൽ മറച്ചുവയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു.
ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. മഹത്വത്തെ കുറിച്ചുള്ള ക്രിസ്തു, പ്രത്യാശയായ ക്രിസ്തു നമ്മളുടെ കൂടെ ഉണ്ട് എന്നത് തന്നെ. ക്രൈസ്റ്റ് ഇസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. പിന്നെ റോമർ ലേഖനം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം. നമുക്ക് ആ പ്രത്യാശയുടെ ലെവൽ ഓർ ദി എക്സ്റ്റെന്റ്, എന്തുമാത്രം നമുക്ക് ആ പ്രത്യാശയിലേക്ക് പോകാമെന്ന് ഈ വചനം പറയുന്നുണ്ട്. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടിരുന്ന അതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. എങ്ങനെയാണ്? പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലായിരുന്നപ്പോഴും അവൻ പ്രതീക്ഷിച്ചു. This is what that he hoped when there was no hope. ഇതാണ് ദൈവം. That is a faith. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് and that was accounted to him for righteousness. അത് നീതിയായിട്ട് പരിഗണിച്ചു ദൈവം എന്നാ പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം എബ്രാഹാമിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു എങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ദൈവം വാഗ്ദാനം ചെയ്താൽ സംഭവിക്കും. നമ്മളുടെ ഫെയ്ത്ത് അതായിരിക്കണം. എങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല, പക്ഷെ ദൈവം വാഗ്ദാനം ചെയ്താൽ സംഭവിക്കും. ദാറ്റ് ഇസ് എ ഫെയ്ത്ത്. അതാണ് പറയുന്നത് ഹി കോൺട്രറി ടു ഹോപ്പ് ഇൻ ഹോപ്പ് ബിലീവ്ഡ് എന്നാണ് പറയുന്നത്. കാരണം എന്താ കോൺട്രറി ആവാൻ കാരണം എന്താ? എബ്രാഹാമിന് അന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ 75 വയസ്സുണ്ട്. സാറായിക്ക് അതുപോലെ തന്നെ നോ ചാൻസ്. ബട്ട് ആ നോ ചാൻസിൽ അവൻ വിശ്വസിച്ചു. കാരണം അവിടെ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മൾ പറയുന്നത് ദൈവരാജ്യത്തിലെ പൗരന്മാർ വിശ്വസിക്കേണ്ടത് മനുഷ്യൻ പറയുന്നതല്ല. ആരുടെ റിപ്പോർട്ടാണ്? ദൈവത്തിൻ്റെ രാജ്യം കാണാൻ വിട്ട ആ 10 വ്യക്തികളുടെ പോലെയല്ല, അതിനുപരി കാലേബും ജോഷുവയുടെ പോലെ ഉള്ള റിപ്പോർട്ട്. വി മസ്റ്റ് ബിലീവ് ദ ഗുഡ് റിപ്പോർട്ട്. വി മസ്റ്റ് ബിലീവ് ദ ഗുഡ് റിപ്പോർട്ട്. ആൻഡ് ദ ഗുഡ് റിപ്പോർട്ട് ഇവിടെയാണ്. ദിസ് ഇസ് ദ ഗുഡ് റിപ്പോർട്ട്. ദിസ് ഇസ് ദ ബുക്ക് ഓഫ് ലൈഫ്. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല മനുഷ്യൻ്റെ കെട്ടുകഥയും മനുഷ്യൻ്റെ നിയമങ്ങളും മനുഷ്യൻ്റെ ആചാരവും അനുഷ്ഠാനവും പാരമ്പര്യവും ഒന്നുമല്ല വിശ്വസിക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്നൊക്കെ ഉള്ളതല്ല. അത് ദൈവത്തിൻ്റെതല്ല. ദിസ് ഇസ് ദ ഗുഡ് റിപ്പോർട്ട്. ദിസ് ഇസ് ദ ബുക്ക് ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ഈ പുസ്തകമല്ല കേട്ടോ, ഇതിനകത്തിരിക്കുന്ന വചനങ്ങളാണ്. ഹലോ, ചിലവർക്ക് പുസ്തകത്തോട് വലിയ ബഹുമാനമാണ്, പക്ഷെ അതിനുള്ള വചനം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. The words that I speak to you are spirit and life എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ the good report is the word of God. പിന്നെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു രോഗത്തിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കും. കാരണം നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിന് അസുഖം വന്നിട്ടുണ്ടോ? ദൈവത്തിന് രോഗമുണ്ടോ? ഹലോ, ദൈവത്തിന് രോഗമില്ല. അപ്പോൾ ദൈവത്തിന് ഛായയിലും സൃഷ്ടിച്ച വ്യക്തികൾക്കും രോഗം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമല്ല. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞത് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ ക്ഷേമത്തിനാണ്, നിന്റെ നാശത്തിനല്ല. നിനക്കൊരു പ്രത്യാശ, ഒരു ഭാവിയും തരാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. അല്ല നിനക്ക് രോഗം കിട്ടി ക്യാൻസർ പിടിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു അട്ടയെ പോലെ കിടക്കാനല്ല, പ്രവർത്തിക്കുവാനാണ്. കാരണം ദൈവത്തിന് പറഞ്ഞ് യോഹന്നാൻ 10:10 പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ തരാൻ, അത് സമൃദ്ധമായി തരുവാൻ വേണ്ടിയാണ്. അപ്പോൾ രോഗം ദൈവത്തിൻ്റെ പ്ലാൻ അല്ല, രോഗം ദൈവത്തിൻ്റെ പാക്കേജ് അല്ല. ഹലോ, രോഗം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അല്ല. ദൈവം ഹി ഹാസ് കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് അബണ്ടൻസ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ ആ വിജയത്തിൽ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. രോഗവും ശാപങ്ങളൊക്കെ വരുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കുമ്പോഴാണ്. ചിലപ്പോൾ വചനം അനുസരിക്കാത്തത് മനുഷ്യൻ പറഞ്ഞത് അനുസരിച്ചത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലംഘനമാകാം. ഹലോ, മനുഷ്യൻ അല്ലെങ്കിൽ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചില സഭകളൊക്കെ പഠിപ്പിക്കുന്നത് അനുസരിക്കുകയാണെങ്കിൽ അത് ദൈവവചനത്തിൻ്റെ ലംഘനമാകും. അനുസരിക്കുന്നവൻ വിചാരിക്കും ഈ അനുസരണത്തിലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന്. പക്ഷെ അത് ദൈവവചനത്തിൻ്റെ ലംഘനമാണെങ്കിൽ ഈ ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുകയില്ല. വായിച്ചേ പുറപ്പാട് 15:26. ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ നമുക്ക് രോഗമുണ്ടാകാനല്ല, ദൈവത്തിൻ്റെ പ്ലാൻ നമുക്ക് ജീവനും അത് സമൃദ്ധമായി കിട്ടുവാൻ വേണ്ടിയാണ്. പക്ഷെ അതിന് ചില വ്യവസ്ഥകളുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥയുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വ്യവസ്ഥയുണ്ടോ? ഉണ്ട്. ബ്രദറെ ഉണ്ട്. There is no
നോ എന്നാ പറയുന്നത്, മെഷർ ഫോർ ദ ലവ് ഓഫ് ഗോഡ്, ഓ നോ റിസ്ട്രിക്ഷൻ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അളവില്ല, പക്ഷെ ദൈവത്തിന് അനുഗ്രഹത്തിന് വ്യവസ്ഥകളുണ്ട്. വായിച്ചു കേൾക്കാം. അവിടുന്ന് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ബാക്കി ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചല്ല നമ്മൾക്ക് ഒരു രോഗബാധ ഉണ്ടാകാനായിട്ട്. അത് നമ്മൾ എന്തോ ലംഘനം ചെയ്തിട്ടുണ്ട്, എന്തോ ചിലപ്പം ഒരു പാപം എന്ന് പറഞ്ഞാൽ ഈവൻ ചിലപ്പോൾ ഓവർ ഈറ്റിംഗ്, അധികം ഭക്ഷണം കഴിക്കുക, അതുകൊണ്ട് കൊളസ്ട്രോളും മറ്റതും മറിച്ചും വരും. അതൊക്കെ നമ്മൾ പാപം ചെയ്യുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എതിരെ പാപം ചെയ്യുകയാണ്. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാതിരിക്കുക, അത് നമ്മൾ പാപം ചെയ്യുകയാണ്. So what I'm saying is, കാരണം ദൈവത്തിന് വചനം കൊരിന്ത്യരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, do you not know that your body does not belong to you? You are the temple of the Holy Spirit and you have been purchased. I have paid a price. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല, എൻ്റെ തിരുരക്തം, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് നിന്നെ വാങ്ങിച്ചത്. So you don't belong to yourself. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ശരീരം ദൈവം നമുക്ക് തന്നത് നമ്മുടെ ആത്മാവിന് താൽക്കാലികമായി ഇവിടെ ഒന്ന് വസിക്കാനായിട്ടുള്ള കൂടാരമാണ്. ആ കൂടാരവും നമ്മൾ നോക്കണം, നമ്മുടെ ആത്മാവിൻ്റെ ക്ഷേമം നോക്കണ്ടേ. അതുപോലെ യു മസ്റ്റ് ലുക്ക് ആഫ്റ്റർ യുവർ ബോഡി. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഈ ശരീരം ഒരു ആരോഗ്യമുള്ള ശരീരമായിരിക്കണം. ആത്മാവിന് ആരോഗ്യമുള്ളതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ആരോഗ്യമുണ്ടാകണം. അതുകൊണ്ടാണ് 3 യോഹന്നാൻ 2, ദാറ്റ് ഈസ് 3 ജോൺ 2 ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. It goes together. വാത്സല്യഭാജനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളുടെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് നമ്മുടെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു സൗഖ്യമുണ്ടാകണം. സൗഖ്യം, നല്ല ആരോഗ്യമായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനല്ല നമുക്ക് രോഗത്തിൽ നിരാശയിൽ കഴിയുവാനായിട്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഗലാത്യരുടെ ലേഖനം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നത്, യേശുക്രിസ്തു നമ്മൾ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കീഴിലാണ്, എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു മോചനം തന്നിട്ട് നമ്മൾക്ക് മനസ്സിനും ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒരു സൗഖ്യം തരുവാൻ വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്തു? ഗലേഷ്യൻസ് 3:13. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്നെഴുതിയിരിക്കുന്നു. അപ്പം നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, നീ എൻ്റെ കൽപ്പനകളൊക്കെ പാലിച്ച്, അങ്ങനെ പറയുന്നുണ്ട്. നിയമമാണത്. നിയമത്തിൻ്റെ ലംഘനം കാരണം ശാപവും പാപവും നമ്മുടെ മുകളിൽ വന്നു. പക്ഷേ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ട് എനിക്ക് ആ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുവാനുള്ള ഒരു വഴി യേശു ക്രിസ്തു കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് 14-ാമത്തെ വചനം പറയുന്നത്, ഇത് എന്തിനുകൊണ്ടാണ്? എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ വിജാതിയർ പ്രാപിക്കാൻ വേണ്ടി ആണ് യേശുക്രിസ്തു ചെയ്തത്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയരിലേക്ക് വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ നമ്മൾ യേശുവായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു പോലും, നമ്മൾ പാപത്തിന്റെയും ശാപത്തിന്റെയും കീഴിലാണെങ്കിൽ പോലും ഇവിടെ നമ്മൾക്ക് അതിൽ നിന്നൊരു വഴി തരികയാണ് യേശുക്രിസ്തു. ഈസ് ഗിവിംഗ് എ വേ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നത്, 14-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പോൾ ആ വഴി ഈസ്
നമുക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുകയാണ്. ആ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നമുക്കൊരു മോചനം, ഒരു വിടുതൽ കിട്ടുവാൻ വേണ്ടി ഒരു വഴി യേശു ക്രിസ്തു വഴി ഒരുക്കിയിരിക്കുകയാണ്. എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത്, എബ്രഹാമിന് ദൈവം ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അവിടെ രോഗമോ ശാപമോ ഒന്നും വാഗ്ദാനം ചെയ്തില്ല. അവന് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നാണ് ദൈവം വാഗ്ദാനം ചെയ്തത്. ആ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ വേണ്ടി യേശു ക്രിസ്തു കുരിശേൽ കയറേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ആ കുരിശേൽ ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ ഒരിക്കലും എബ്രഹാമിന്റെ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റുകയില്ല. ആ കുരിശ് നമ്മൾ ഏറ്റെടുക്കണം. ആ കുരിശോടുകൂടി നമ്മളും ക്രൂശിതനാകണം. യേശു ക്രിസ്തുവിനോടുകൂടി മരിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ വിജയത്തിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാകുക. ഏതാണ് പാപത്തിൻ്റെ മുകളിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ സാത്താൻ്റെ എല്ലാ അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും മുകളിൽ നിന്ന് നമുക്കൊരു ഒരു വിജയം വേണം. ആ വിജയം നമുക്കറിയാം. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനാണ്, കുരിശേൽ നശിപ്പിച്ചു. അങ്ങനെ നമുക്ക് ദൈവം ഒരു വിജയം തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നൊക്കെ ഒരു വിടുതലും ഒരു മോചനവും കിട്ടുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ദാറ്റ് ഹീലിംഗ് ഈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണെങ്കിൽ സ്വർഗരാജ്യത്തെ തത്വത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ വേണ്ടി. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കിങ്ഡം, അവിടെ ഹീലിംഗ് or blessing is in the name of Jesus Christ. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ നമ്മുടെ പത്രോസും യോഹന്നാനും അവിടെ പോയപ്പോൾ ആ സുന്ദര കവാടത്തിൽ ചെന്ന്, അല്ലേ, ജനനം മുതൽ ഒരു മുടന്തനായ ഒരു വ്യക്തി അവിടെ കിടപ്പുണ്ട്. അവനോട് പറഞ്ഞു, എന്താ, വെള്ളിയോ സ്വർണ്ണമോ ഞങ്ങൾക്ക് തരാനില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരു സാധനം തരാനുണ്ട്. അതെന്താണ്? യേശു ക്രിസ്തുവിൻ്റെ നാമം. അവിടെ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, നസ്രായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വരുന്ന സൗഖ്യം ആര് വഴിയാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമം വഴിയാണ്. പിന്നെയും അടുത്ത അധ്യായത്തിൽ അവിടുത്തെ പൗരന്മാർ പത്രോസിനും യോഹന്നാനെയും ചോദ്യം ചെയ്യുകയാണ്, ഏത് നാമത്തിൽ, ഏത് അധികാരത്തിലാണ് നിങ്ങളിത് ചെയ്തതെന്ന്. അപ്പോൾ പിന്നെ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും അധികാരത്തിലുമാണ് ഇത് ചെയ്തത്. കാരണം എന്താണ്? പാപവും ശാപവുമാകുന്ന എല്ലാം യേശു ആകുന്ന ആ നാമത്തിൻ്റെ മുകളിൽ നേരെ മുട്ടുമടക്കും. Every knee shall bow, every tongue shall confess that Jesus Christ is Lord. അപ്പോൾ യേശുവിൻ്റെ നാമത്തിലാണ് നമുക്ക് രോഗത്തിൽ നിന്നും ഒക്കെ മോചനം കിട്ടുന്നത്. പിന്നെയും ആ നാമം വഴി, യേശു വഴിയാണ് നമുക്ക് സൗഖ്യം ദൈവം നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അതാണ് 1 പത്രോസ് 2-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. We are already healed. By his stripes we are healed. How many of you believe that? ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട് അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം കിട്ടിയിരിക്കുകയാണെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. Who himself bore our sins in his own body on the tree, that we having died to sin might live for righteousness, by whose stripes we are healed. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പാപം, ശാപം, രോഗം എല്ലാം യേശു ക്രിസ്തു ആ കുരിശേൽ ഏറ്റെടുത്തു. അവൻ്റെ നീതിയിൽ നമ്മൾ വരുമ്പോൾ അവൻ്റെ സൗഖ്യം നമുക്ക് സ്വന്തമാക്കാം. അവൻ നേടിയെടുത്ത ആ സൗഖ്യത്തിന് നമ്മളും പങ്കാളിത്തം ഉണ്ടാകും. കാരണം ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രവൃത്തി, രോഗത്തിൻ്റെയും ആ പ്രവൃത്തിയുടെ മുകളിൽ യേശു ക്രിസ്തു കുരിശേൽ വിജയം നേടിയെടുത്തു. ആ വിജയം നമ്മളും പങ്കാളിയാകുന്നത് യേശു ക്രിസ്തുവിനോട് കൂടെ, യേശു ക്രിസ്തുവിൻ്റെ നീതിയിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ്. ആ നീതി എവിടെ നമുക്ക് കിട്ടുക? നീതി കിട്ടുന്നത് ആ കുരിശേലാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം പറയുന്നത്, പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി. എന്തുകൊണ്ട്? so that the righteousness of God might come upon us. He who knew no sin was made sin for us, that the righteousness of God, that each of us might be able to possess the righteousness of God through Jesus Christ. ഒന്ന് വായിച്ചത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പിന്നെ നമുക്കറിയേണ്ട വേറൊരു സത്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 37-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ബട്ട് ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അല്ലേ? ബട്ട് ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? ബട്ട് ഫോർ ഗോഡ്, ലൂക്ക 1:37 പറയുന്നുണ്ട്, ബട്ട് ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ഓരോ വചനവും ഈസ് ലോഡഡ് വിത്ത് പവർ ഫോർ ഫുൾഫിൽമെന്റ്. ബട്ട് ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ഓരോ വചനവും അത് പൂർത്തീകരണത്തിലേക്ക് വരുവാനുള്ള ശക്തിയാണ്. അത് പൂർത്തീകരണത്തിലേക്ക് വരുവാനുള്ള ശക്തിയാണ്. കാരണം നമുക്കറിയാം, റോമർക്കുള്ള 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല, കാരണം അത് എന്നെ രക്ഷയിലേക്ക്
നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പോൾ വചനം എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ലൂക്ക 1:37 പറയുന്നത്, ബട്ട് ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം എപ്പോൾ ഏറ്റെടുക്കുന്നു, ദൈവത്തിന്റെ വചനത്തെ എപ്പോൾ വിശ്വസിച്ച് അതിൽ ആശ്രയിക്കുന്നു, അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് വെറും ഒരു വചനത്തിലല്ല, നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാലാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ ഒന്നും അസാധ്യമല്ല. അതുകൊണ്ടാണ് ലൂക്ക 1:37 പറയുന്നത്, നത്തിങ് ബട്ട് ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. ഹല്ലേലൂയ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ സത്യം ഇതാണ്, ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹം, ഹീലിംഗ് എല്ലാം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വാസത്താൽ പ്രാപിച്ചാൽ മതി. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ വിശ്വസിച്ചനുസരിച്ച് സംഭവിക്കട്ടെ എന്ന് പറയുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന് ഇത് കഴിയുമോ എന്ന് സംശയിച്ചാൽ കഴിയേല, നടക്കുകയില്ല. ബട്ട് ഇഫ് യു ബിലീവ്, വിശ്വസിക്കുകയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഞാൻ പറയുകയാണ്, വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചതനുസരിച്ച് സംഭവിക്കും എന്ന് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറും. Because the word of God says, but nothing is impossible for God, because the words are the power of God. അത് മനസ്സിലാക്കണം. വിശ്വസിച്ചാൽ മതി. Just have to believe. ആ വിശ്വസിച്ച്, കാരണം നമുക്കറിയാലോ, ആ സെഞ്ചൂറിയൻ എന്താ പറയുന്നത്, സദാധിപൻ. ആ സദാധിപൻ എന്താ പറയുന്നത്? യേശുവോട് പറഞ്ഞു, എൻ്റെ ഭവനത്തിലേക്ക് വരണ്ട, നീ ഒരു വചനം റിലീസ് ചെയ്താൽ മതി. ജസ്റ്റ് റിലീസ് എ വേർഡ്, ബട്ട് ജസ്റ്റ് സേ ദ വേർഡ്. കാരണം എന്താണ്? ദാറ്റ് വേർഡ് ഇസ് എ പവർ ഓഫ് ഗോഡ് which heals. I send my word and healed your disease എന്നാ പറഞ്ഞത്. ദൈവം നമുക്ക് മനസ്സിലാക്കണ്ടേ, ഈ വചനത്തിലൂടെ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തു ഈ പരസ്യ ലോകം, ആ പരസ്യ ജീവിതകാലം മുഴുവൻ നോക്കുകയാണെങ്കിൽ എല്ലാ സൗഖ്യവും എങ്ങനെയാണ്? ബൈ ദ വേർഡ്. ബി ഹീൽഡ്, വാക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്, വചനത്തിലൂടെയാണ്. സോ ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ഇസ് പവർ ഓഫ് ഗോഡ്. അപ്പോൾ ആ വചനത്തിൽ വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. ആൻഡ് ദൈവത്തിൻ്റെ ശക്തിക്ക് അളവില്ല, ദൈവത്തിൻ്റെ ശക്തിക്ക് അളവില്ല. അപ്പോൾ എന്തും, കാരണം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടോ, റോമൻസ് 4:18 വായിച്ചു കേട്ടല്ലോ, അവന് when there was no hope, he believed in hope. He trusted in hope. ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ പോലും അവന് പ്രത്യാശ ഉണ്ടായിരുന്നു. കാരണം അവൻ പ്രത്യാശ വെച്ചിരുന്നത് മനുഷ്യനിലല്ല, ഈവൻ അവൻ പ്രത്യാശ വെച്ചിരുന്നത് ഒരു ഫിസിക്കൽ ലോയിലല്ല. അവൻ പ്രത്യാശ വെച്ചത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആ ദൈവത്തിലാണ്.